കൊല്ലം ജില്ലയിലെ ഒരു പ്രമുഖ കാർഡിയോളജിസ്റ്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കൊരു സംശയം വരും, വോട്ട് ചെയ്ത് ജയിപ്പിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കൊരു നല്ല ഡോക്ടറെ മിസ്സാവുമോ എന്നുള്ളത്. അതിനെന്തായിരിക്കും ഡോക്ടർ മറുപടി കൊടുക്കുക? പണ്ടിലേക്ക് ഒരു പേഷ്യൻ്റ് തോന്നി ചോദിച്ചു, സാറേ സാറിനെയാണ് നമ്മൾ ആൻജിയോപ്ലാസ്റ്റിക് കാണാൻ വന്നത്. എൻ്റെ ആശുപത്രിയിൽ 8 കാർഡിയോളജിസ്റ്റുകളുണ്ട്. അപ്പോൾ സാറ് എൻ്റെ ആൻജിയോഗ്രാം ചെയ്തത് മറ്റേ ഡോക്ടറാണ്. ആ ഡോക്ടർ മോശമെന്നല്ല പറഞ്ഞത്, പക്ഷെ സാറ് ആ ഡോക്ടർ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ്, ഞാൻ നിങ്ങളുടെ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. എനിക്കായിരുന്നു ഒരു അസുഖം വന്നാൽ ഞാൻ ആരെ കൊണ്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്യും? അപ്പോൾ അത് ഡോക്ടറെ കൊണ്ട്. അപ്പോൾ എൻ്റെ ശരീരത്തിന് ചെയ്യാവുന്ന ഒരാളെ കൊണ്ട് ഞാൻ ചെയ്യിച്ചോളൂ. ഞാൻ ഇവിടുന്ന് ഇറക്കി നിങ്ങൾ അപ്പുറത്തെ ആശുപത്രിയിൽ അവിടുത്തെ ഡോക്ടറെ അടുത്ത് പോകാനൊന്നും പറഞ്ഞില്ല. ഇത് വ്യക്തമായി എനിക്ക് ധാരണയുള്ളത് കൊണ്ടാണ് ഞാൻ ആൻജിയോഗ്രാം ചെയ്യാൻ പറഞ്ഞു. ബാക്കി ഞാനല്ലേ ചെയ്തു. ഇത് നമ്മൾ ഒരിക്കലും നമ്മുടെ പ്രൊഫഷനകത്ത് നമ്മൾ ആദ്യം കാണേണ്ടത് നമ്മൾ മാത്രമല്ല ഇൻഡിസ്പെൻസിബിൾ. നമ്മളിതിൻ്റെ ഒരു ഭാഗമാണ്, ഒരു സിറ്റുവേഷൻ്റെ ഭാഗമാണ്. നമ്മൾ ഇരുന്നാൽ മാത്രമേ നടക്കൂ എന്ന വിചാരം തെറ്റാണ്. ഇത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, എങ്ങനെ ഇത് രണ്ട് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും? നമ്മളുടെ ടൈം മാനേജ്മെൻറ്റ് എന്നൊരു സാധനമുണ്ട്. നമ്മൾ വ്യക്തമായിട്ട് ആലോചിച്ചാൽ ഒരു മനുഷ്യൻ കൃത്യമായി ജോലി ചെയ്യുന്ന എത്ര മണിക്കൂർ എന്നുള്ളത് ഒരു 4 മുതൽ 6 അല്ലെങ്കിൽ 8 മണിക്കൂർ. ബാക്കി നമ്മുടെ കയ്യിൽ 16 മണിക്കൂറുകൾ ബാക്കിയാണ്. നമ്മൾ യൂട്ടിലിറ്റി ടൈം ഉണ്ടല്ലോ, അത് നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരാളിന് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, BC റോയ് എന്ന ഡോക്ടർ ഉണ്ടായിരുന്നു. ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ഡോക്ടർമാരിൽ ഒരാളായിരുന്നു. ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല മുഖ്യമന്ത്രിമാരുള്ള ആളാണ്. ഇത് രണ്ടും ഒരേ സമയത്താണ് അത് നടത്തിയത്. രാവിലെ 6 മുതൽ 8 മണി വരെ എല്ലാ ദിവസവും രോഗികളെ നോക്കുമായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയായ സമയത്ത്. അപ്പോൾ മുഖ്യമന്ത്രി ആയതുകൊണ്ട് അത് വേണ്ടാന്ന് അദ്ദേഹം വെച്ചില്ല. നമ്മുടെ പ്രൊഫഷണൽ ജോലിക്ക് ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കാര്യമെടുത്താൽ ഒരു 12 മുതൽ 15 ദിവസമാണ് ഞാൻ എൻ്റെ കൊല്ലത്ത് ആശുപത്രി ജോലി ചെയ്യുന്നത്. ഇന്ത്യയിലെ 19 സംസ്ഥാനങ്ങളിൽ വിവിധ മെഡിക്കൽ കോളേജുകളിൽ ഞാൻ അതിസങ്കീർണ ബലൂൺ ശസ്ത്രക്രിയ ചെയ്യാനായിട്ട് എന്നെ വിളിക്കാറുണ്ട്. ഞാൻ അവിടെ പോയി ചെയ്യാറുണ്ട്. ഞാൻ എല്ലാ മാസവും ഒരു ദിവസം ബോംബെ പോവും, എല്ലാ മാസവും ഒരു ദിവസം ബാംഗ്ലൂർ പോവും, എല്ലാ മാസവും ഒരു ദിവസം മൈസൂർ പോവും, എല്ലാ മാസവും ഒരു ദിവസം മംഗലാപുരത്ത് പോവും, എല്ലാ മാസവും ഒരു ദിവസം കാലിക്കറ്റിൽ പോവും. ഇത് കൂടാതെ ഈവൻ 2 മാസം മുമ്പ് ഇറാൻ ഇറാഖ് യുദ്ധത്തിന് മുമ്പ് ഇറാഖിലെ ബാഗ്ദാദിൽ 3 ദിവസം പോയി. അവരെന്നെ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ പല ഏകദേശം 19 രാജ്യങ്ങളിൽ ഞാൻ ബലൂൺ ശസ്ത്രക്രിയ ചെയ്യാൻ പോകും. ഇതൊന്നും നമ്മളെ ബാധിക്കില്ല. നമ്മുടെ സിസ്റ്റം നല്ലതാണ്, നമ്മളെ ബാക്കി ഡോക്ടർമാർ നല്ലതാണെങ്കിൽ അതിസങ്കീർണ ആൻജിയോപ്ലാസ്റ്റിക്ക് മാത്രമേ എന്നെ ആവശ്യമുള്ളൂ.